ചേച്ചിയുടെ ഈ വൈരാഗ്യം എത്ര കാലത്തേക്കാ? എനിക്ക് ആരോടും വൈരാഗ്യമില്ല. പിന്നെ ഒരു കല്യാണം കഴിക്കാത്തത് എന്താ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ചേച്ചി കല്യാണം കഴിക്കാമെന്ന് സമ്മതം പറഞ്ഞാ മതി. ഞാൻ അച്ഛനോട് പറയാം നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ. എന്റെ ജാനു, എനിക്കിനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചാ ഞാൻ വിഷമിക്കുള്ളൂ. ചേച്ചി സന്യസിക്കാൻ പോവാണോ? നിനക്ക് ഈ നീളമുള്ള നാക്ക് എവിടുന്ന് കിട്ടി? ചേച്ചി കല്യാണം കഴിച്ചിട്ട് അതിന്റെ രസം അറിഞ്ഞിട്ട് വേണം എനിക്കൂടെ ഒന്ന് ആലോചിക്കാം. എന്റെ പൊന്നുമോളെ, അതിന് നീ എന്റെ കല്യാണത്തിന് കാത്തിരിക്കണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചേച്ചി അത് കണ്ടോ? എന്റെ മകനെ ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല. മോങ്കരയാതെ വാ. എന്താ? എന്തു പറ്റി? റൗഡി എന്നെ അപമാനിച്ചു. ഏതവൻ? ആ വാസു എന്ന് പറയുന്നവൻ ചേച്ചിയുടെ മുഖത്തൊരടി. നൊന്തോ? അടിയുണ്ടവന് നോവില്ലേ? കുഞ്ഞു കരയാതെ. ഇടതിക്കാരി, ഇതേ വകുപ്പ് വേറെയാ. ഞാൻ കാണിച്ചു തരാം. താനല്ലേ വാസു? അതെ. ആളുകൾ പറഞ്ഞ കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു താൻ ആളിത്തിരി പശകാണെന്ന്. നടക്കും സ്റ്റേഷനിലേക്ക്. എന്താ കാര്യം? കാര്യം പറഞ്ഞാലേ വരത്തുള്ളൂ. അറിഞ്ഞെങ്കിൽ കൂടെ സൗകര്യമായിരുന്നു. എന്നാലിത് പറയാതെ തന്നെ ഉടുമ്പൻ ജോസഫ് തന്നെ ഇവിടുന്ന് പൊക്കുന്നത് കാണണോ? ഉടുമ്പൻ ജോസഫ്? അതെ. ആളെ നോക്കാതെ വാചം അടിക്കാതെ ഓടുമ്പോ തനിക്ക് ഏറെ പൊക്കാനുള്ള ശക്തിയുണ്ടോ? ഈ വിരട്ടലൊക്കെ സംതിങ് കിട്ടാനുള്ള വേലയാ. നയ്യ പൈസ കൊടുക്കരുത്. പിന്നല്ലാതെ ഏമാനിങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല. ഈ വിവരം പറഞ്ഞാൽ അതാ പറഞ്ഞത്. മിസ്റ്റർ വാസു അവിടെ വരെ ഒന്ന് വരണം. വരണം സാർ, ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. വാസുദേവൻ അല്ലേ? അതെ. ഇരിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു 20 വർഷമെങ്കിലും ആകും. ആളെ പിടികിട്ടിയില്ലായിരിക്കും. ഹെഡ് കോൺസ്റ്റബിൾ മാധവൻ നായരുടെ മകൻ സോമശേഖരൻ, മലപ്പുറം പോലീസ് ക്വാർട്ടേഴ്സ് 108. ഓ, ഞാൻ ഓർക്കുന്നു. 109 ഞങ്ങളായിരുന്നു. ക്ഷമിക്കണം, കണ്ടിട്ട് മനസ്സിലായില്ല. ആളാകെ മാറിയിരിക്കുന്നു. നിനക്ക് പറയത്തക്ക മാറ്റം ഒന്നുമില്ല മുഖത്ത്. ഭാഗ്യവാൻ. ആ, ഇത് മകനായിരിക്കും അല്ലേ? അതെ. തന്നെ പറ്റി 9ാം ക്ലാസ് വരെയുള്ള കഥ എനിക്കറിയൂ. അവിടുന്ന് അങ്ങോട്ട് പറയണം. അതിനു മുമ്പ് തന്നെ ഒന്ന് പ്രതിക്കൂട്ടി കേട്ടിട്ട്. നീ എന്നു മുതലായി പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്താൻ തുടങ്ങിയത്? എന്ത്? ഞാനോ? ഇത് വായിക്കണം. അയ്യോ, നീ ഇതെല്ലാം വിശ്വസിച്ചോ? ചെറുപ്പത്തിലെ ഒരു ചെറിയ പോക്രിയായിരുന്നല്ലോ. എന്നാലും നീ ഇതെല്ലാം വിശ്വസിക്കരുത്. ശുദ്ധ അസംബന്ധമാണ്. ആ, നേരെ താൻ പോയി ഈ പെറ്റീഷൻ കാര്യങ്ങൾ വിളിച്ചോണ്ട് വരും. നമുക്കൊരു ചെറിയ തമാശ ഉണ്ടാക്കാം. ആരുമില്ല ഇവിടെ? ആരുമില്ലെന്ന്? ആ കഥന് വെറുതെ തല്ലി പൊളിക്കാതെ ആ കൊച്ചിനെ വരട്ടണ്ട. ഞാൻ വിളിച്ചു പറഞ്ഞോളെ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നളിനി കുഞ്ഞേ, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. പോലീസ് സ്റ്റേഷനിലേക്കോ? ഞാനോ? നിങ്ങളല്ലേ പെറ്റീഷൻ കൊടുത്തത്? ഹേമ വിളിക്കുന്നു. മറ്റേ പുള്ളി എവിടെ? അടിയോടി. അയ്യപ്പൻ ചേട്ടാ, അയ്യപ്പൻ ചേട്ടാ.
ഓ നമസ്കാരം. എന്താ വിളിച്ചത്? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നെന്ന്. അതെന്താ? പേടിക്കാനൊന്നുമില്ല. കുഞ്ഞ് ധൈര്യമായിട്ട് പോയിട്ട് വരണം. നിങ്ങളെയും കൂടി ചെല്ലാൻ പറഞ്ഞു. എന്നെ? ഓ ഞാനും വരാം. നമസ്കാരം. സാർ വന്നിട്ടുണ്ട്. ഇരിക്കൂ. നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞില്ല. ഓ ആയിക്കോട്ടെ, നിൽക്കാം. ആരാ നളിനി? ഞാനല്ല, ഇവരാ. എന്താ നിങ്ങളുടെ പരാതി? പെറ്റീഷനിൽ എല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്. സാക്ഷി അയ്യപ്പനടിയോടി. ആരാ അയ്യപ്പനടിയോടി? ഇവിടെ ഉണ്ട്, ഞാൻ തന്നെ. നിങ്ങളാണ് ദൃക്സാക്ഷി അല്ലേ? ദൈവത്തിനാണ് ഞാൻ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്താണ് നിങ്ങൾ കണ്ടത്? അതുപോലെ പറയണം. ഞാൻ പറയാം സാർ, ഞാൻ പറയാം. നളിനിക്കുഞ്ഞ് പുഴയിൽ കുളിക്കായിരുന്നു. അപ്പോൾ മേൽപ്പടി വാസു എന്ന് പറയുന്ന പ്രതി ഒരു ബീഡിയും പുകച്ചുകൊണ്ട് അതുവഴി വന്നു. നളിനി കുഞ്ഞമ്മ കുളിക്കുകയായിരിക്കും അല്ലേ? കുളിച്ചോളൂ. പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ലോഹ്യം പറയാൻ വന്നിരിക്കുന്നു തെമ്മാടി. എന്താ വിളിച്ചത്? തെമ്മാടിയെന്നോ? എന്നാൽ ലോഹ്യം പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും കൂടി ചെയ്യും. ശബ്ദിച്ചു പോകും. വാസു, നീയായിരുന്നു രോഹി. കള്ളമാണ്, പച്ചക്കള്ളം. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ പെറ്റീഷൻ നിങ്ങൾ അയച്ചതല്ലേ? അതെ. ഈ പറഞ്ഞതല്ലേ എഴുതിയിട്ടില്ലേ? അയ്യോ, ഇതൊന്നും ഞാൻ എഴുതിയതല്ല, അയ്യപ്പൻ ചേട്ടൻ എഴുതിയതാ. എന്താ മിസ്റ്റർ അടിയോടി ഇത്? ഒരു കേസ് കൊടുക്കുമ്പോ സ്വല്പം എരിവും പുളിയൊക്കെ വേണ്ടേ എന്ന് കരുതി എഴുതിയതാണ്. സാധാരണ കോടതി കാര്യങ്ങളിൽ അങ്ങനെ പതിവുണ്ട്. നേരെ ആ വാസുവിനെ തുറന്നു വിട്ടിട്ട് ഇയാളകത്താക്ക്. എന്നെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെയും പതിവുണ്ട്. സാർ, എന്നെ സാർ, വിളിക്കുന്ന ബഹുമാനിക്കരുത്. സാർ, വാടോ. സാർ, എനിക്ക് ഇതിനകത്ത് കയറി യാതൊരു പരിചയമില്ല. അതും പരിചയപ്പെടണമല്ലോ. നാട്ടുകാരെ അറിഞ്ഞാൽ മോശമാണ് സാർ. ആദ്യം ആലോചിക്കാം. ശബ്ദം. പെട്ടെന്ന് പോകാൻ പറ്റും. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ വിടുന്നു. മേലിൽ ഇത്തരം കള്ളക്കേസുകളുമായിട്ട് ഇവിടെ വരരുത്. പോയിക്കോളൂ. ഇത്രയും വേണമായിരുന്നു. ഇരിക്കട്ടെന്ന്. വാസു, വാസു അറിയാതൊരബദ്ധം പറ്റിപ്പോയതാണ്. നളിനിക്കുഞ്ഞേ, എടാ ചിരിക്കാടാ, ഇത് പോലീസ് സ്റ്റേഷനാണ്. നിന്നെ പിടിച്ച് അകത്താക്കും. മുത്തുമോളെ, ഈ നമ്മളെ ഇടങ്ങാറുണ്ടാക്കല്ലേ? കാലിതുക്ക സൂക്ഷിക്കണേ, ഇവക്ക് ചവിട്ടുണ്ട്. അത് ചവിട്ടുണ്ടോ? എന്നാ നമ്മളടുത്ത് പടിവാറുണ്ട്. നമ്മള് ഒരു പാട്ട് പാടിക്കൊടുക്കാം. ഞാൻ എല്ലാം കാണായിരുന്നു. എന്നെ എന്തോ കാണാ? എന്റെ നാണുള്ള ഞാൻ എത്ര ജയിലിൽ വായ പിടിക്കാതെ ശരി. ഇല്ല, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അധികമായി പയ്യനെ ഞാൻ കിടന്നോളാം. കാലിതുക്ക കറന്നു കഴിഞ്ഞു. കറന്നു കഴിഞ്ഞു. ഇവള് സമ്മതിച്ചു. പിന്നില്ലാണ്ടാണ്. നിങ്ങളെ പോലീസ് വിളിച്ചിട്ടുണ്ടായതല്ലേ? എപ്പോ വരൂ, എന്താണ് സംഭവിക്കാന്ന് ആര് കണ്ട്? അപ്പൊ നമ്മളൊന്ന് സഹായിച്ചാണ്. ഇങ്ങനെ എല്ലാരെയും സഹായിച്ച് ഇവൻ ജീവിക്കാൻ മറന്നു എന്ന് പറയാനാ. താൻ എന്തോട് പരിശോധിക്കണം? എന്റെ കൈയും കാലും ഒടിച്ചുകളാൽ കയ്യും കാലൊക്കെ അതാ സ്ഥാനത്ത് തന്നെ ഉണ്ടോന്ന് നോക്കിയതാണ്. ഇവരൊക്കെയല്ലേ പാർട്ടി. ഇന്നലെ രാത്രി നല്ലോണം പെരുമാറിണ്ടാവല്ലേ?
ആരെ എന്നെ ആ ഇവന്മാരോ ആ പെരുമാറും ഇതേ വകുപ്പ് വേറെ വെറുതെ വീമ്പിളക്കണ്ട, പാവമല്ലേന്ന് കരുതി വെറുതെ വിട്ടതാ. അച്ഛൻ എങ്ങനെ പുറത്തു വന്ന്? ആ മോളെ, ഇപ്പൊ വന്നിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ ഇവന്മാരെ പോലെ ഒന്നുമല്ല, ഒരു നല്ല മനുഷ്യൻ. 3-4 വക്കീൽമാരോട് അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴാ അയ്യപ്പനടിയോടിയുടെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം എന്നോട് ക്ഷമ ചോദിച്ചു, പോയിക്കൊള്ളാനും പറഞ്ഞു. പിടി ഒരു ഇടിവെച്ചെന്നാലുണ്ടല്ലോ, അവിടെ ഒന്ന് ഇൻസ്പെക്ടർ എത്തുന്നതിന്റെ കാല് പിടിച്ച് കരഞ്ഞ് ഒപ്പാര വെച്ച് ആ പോലീസ് സ്റ്റേഷൻ ഒരു കലക്കയിലേക്ക് പാർട്ടിയായി സംസാരിക്കുന്ന ഹായ്. ഹലോ അടിയോടി. കൊച്ചു മുതലാളി കാലേജിൽ നിന്ന് എപ്പോ വന്നു? ഇന്ന് വന്നതേ ഉള്ളൂ, നേരെ ഇങ്ങോട്ട് പോന്നു. അങ്ങോട്ട് കയറിയിരിക്കാമല്ലോ. അങ്ങോട്ട് എന്താണാവോ, ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ജാനു ഇവിടെ ഇല്ലേ? ജാനു, ജാനുവിന്റെ കുറെ നല്ല ഫോട്ടോസ് എടുക്കണം. ആ ഒരു ജാനു, കമോൺ. ഒടിയകത്ത് കൊച്ചു മുതലാളി വേണമെങ്കിൽ എന്റെ ഫോട്ടോ എടുക്കും. അവളെ വിട്ടേ. അടിയോടി പഠിക്കണ്ട, ഇവളെ ഞാൻ കല്യാണം കഴിക്കും. ചതിക്കില്ല കുഞ്ഞെ, ഞങ്ങള് ജീവിച്ചോട്ടെ. അവര് കൊച്ചിലെ കളിച്ചു വളർന്ന കുട്ടികളല്ലേ, വിട്ടേക്കുമോ? പിന്നെ കുട്ടികളല്ല, വളർന്നു. അതുകൊണ്ടാ പറഞ്ഞത്. കുഞ്ഞിന്റെ അച്ഛൻ മുതലാളി ഇതെങ്ങാൻ അറിഞ്ഞാൽ എന്റെ കഥ കഴിഞ്ഞു. ഞാൻ കുഞ്ഞു വീട്ടിൽ പോ. ഓടിയകത്ത് പോയി വല്ല ജോലി ചെയ്യാൻ. ഓട്ടോ എടുക്കാൻ നടക്കുന്നു, വീട്ടിൽ എന്തെല്ലാം ജോലി കിടക്കുന്നു. അതിനെ ഞാൻ ഇവിടെ വാ, ഇവിടെ വാ, ഇതിലേ വാ. ഈ പശുക്കുട്ടീനെ ആ പറമ്പ് പോയിട്ട് പുല്ല് ചുറ്റിക്ക്. അങ്ങനെ വീട്ടിന് ആവശ്യമുള്ള എന്തെങ്കിലും ജോലി അത് തന്നെ, അത് തന്നെ. ആധിയെ പ്രസംഗി നള്ളിയയച്ച വക്കീൽ നോട്ടീസാണ്. അവളുടെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ അവളുടെ സ്വന്തം പേരിൽ കിട്ടണമെന്ന്. ഓ നോക്കണേ, നളിനി കുഞ്ഞിന്റെ ഒരു ധൈര്യം. ആർക്ക് അയച്ചിരിക്കുന്നത് നോട്ടീസ്? ഇതിൽ പറഞ്ഞ സ്വത്തുക്കളിലൊന്നും അവൾക്ക് യാതൊരു അവകാശമില്ലെന്ന് കാണിച്ച് ഉടനെ ഒരു മറുപടി കൊടുത്തേക്കും. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാനൊരു റിപ്ലൈ കൊടുക്കും. അവിടെ കിടന്നോളൂ, അത് മതി. നിന്റെ ചേട്ടൻ ഒരുത്തന്റെ സമ്പാദ്യം എടുത്തല്ലേ ശ്രീധര നീ ഇത്ര വലിയവനായത്? അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? വക്കീൽ കേൾക്കണം, എന്റെ മൂത്ത മകന്റെ സമ്പാദ്യമായി ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ അവനെ ദൈവം കൊണ്ടുപോയി. പോട്ടെ, അവന്റെ മകളല്ലേ ഇപ്പൊ ഇതിന്റെയൊക്കെ അവകാശി. കേസിനും വഴക്കിനും ഒന്നും പോകാതെ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കണം, അതാ നല്ലത്. സ്വത്തിന്റെ ഭാഗം മാത്രമല്ല, അമ്മ പറഞ്ഞിട്ട് ചെലവിനിവിടുന്ന് അയക്കുന്ന നെല്ലും നാളികേരവും കൂടി ഈ മാസം മുതൽ ഞാൻ നിർത്താൻ പോവാ. എന്നോട് യുദ്ധം ചെയ്ത് അവൾ ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം. രോഹി, ഈ പാപമൊക്കെ നീ എവിടെയാ കൊണ്ടുപോയി കെട്ടിവെക്കുക? വയസ്സുകാലത്ത് അമ്മ ഇതിലൊന്നും ഇടപെടണ്ട. വല്ല പൂജാമുറിയിലും പോയിരുന്ന് രാമനാമം ജപിച്ചോണം. ശരിയാ, നിന്നെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതാ നല്ലത്. അല്ല, വക്കീൽ സാറിന് എല്ലാം അറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞ് മേജറായി. അതുകൊണ്ടെന്താണോ? അതുകൊണ്ടെന്താ? ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ എന്താ, അതിന് വകുപ്പ് വേറെ ഉണ്ട്. എനിക്ക് കേൾക്കേണ്ട തന്റെ വകുപ്പ്. താനും തന്റെ ആ പഴയ വക്കീലും പറഞ്ഞ വകുപ്പുകളെല്ലാം കേട്ട് കേട്ട് എന്റെ കഴിഞ്ഞ കേസ് മുഴുവൻ കുളത്തിലിറങ്ങി. തനിക്ക് കിട്ടിയ ഈ കറുത്ത കൂട്ട് മാത്രം ലാഭം. അടിയോടി പറയട്ടെ എന്ന്, അബദ്ധത്തിൽ ചിലപ്പോ വല്ല പോയിന്റ്സും കിട്ടും. അല്ല വക്കീൽ സാറേ? അതെ അതെ. ആ പറയൂ. അല്ല, വക്കീൽ സാറിന് അറിയാൻ പാടില്ലാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. സംഗതി സ്വല്പം കടുത്ത കയ്യ, പക്ഷേ കേസ് ജയിക്കാം. എന്നാ പറഞ്ഞു തുളയ്ക്കണോ? ചേട്ടന്റെ ഒപ്പിടാൻ വശമുണ്ടോ? എനിക്കോ? അതെ. എന്തിനാ എന്നെ അകത്താക്കാനോ? താനിപ്പോ എന്റെ ഭാഗത്തോ അവളുടെ ഭാഗത്തോ? അയ്യോ, ഇതെന്തൊരു ചോദ്യമാണ്. ഹായ് ഡാഡ്. ഇവിടെ വാടാ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി കുറെ ഫോട്ടോസ് എടുക്കാൻ പോയതായിരുന്നു. വീട്ടിൽ വന്നാൽ തെണ്ടാൻ പോകാതെ അടങ്ങിയിരിക്കണം. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. വക്കീലിന് അറിയാവോ? എന്റെ മകനാ. കോളേജ് പൂട്ടി ഇന്ന് വന്നതേ ഉള്ളൂ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ലോയർ? ഒറ്റ മകനേ ഉള്ളൂ. എന്തിനധികം ഒന്നും മതിയല്ലോ. എന്താ? അല്ല, മിടുമിടുക്കനാണെന്ന് പറയായിരുന്നു.
ഇങ്ങോട്ട് ഇറക്കി വെക്കൂ. അവിടെ വെച്ചോളൂ. അല്ല മുത്തശ്ശിയോ? മോളെ ഇരിക്കൂ. കുറെ ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. അവനില്ലാത്തതൊക്കെ നോക്കി വേണ്ടേ വരാൻ. എന്താണിതൊക്കെ? ഇത് കുറെ നെല്ലുകുത്തരിയും പച്ചക്കറിയും ഒക്കെയാ മോളെ. അച്ഛനില്ലാത്ത സമയം നോക്കി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. മുത്തശ്ശി, മോളെ നീ ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന കാര്യം ഓർക്കുമ്പം മുത്തശ്ശിയുടെ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. ചേച്ചി ധൈര്യമായിട്ട് ബംഗ്ലാവിൽ വന്ന് താമസിക്കണം. ഞങ്ങളൊക്കെ ഇല്ലേ അവിടെ? അതെ മോളെ. വേണ്ട. ഞാൻ അവിടുന്ന് എന്നേക്കുമായി ഇറങ്ങിയതാണ്. എന്നാ ഞാനിവിടെ നിന്റെ കൂടെ താമസിക്കാൻ പോവുക. വേണ്ട മുത്തശ്ശി, വേണ്ട. മുത്തശ്ശിക്കിനി ആ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ കഴിയണം. എനിക്ക് നിന്നെ കാണുന്നത് എന്റെ മൂത്ത മകനെ കാണുന്നത് പോലെയാ മോളെ. അവനുണ്ടായിരുന്നെങ്കിൽ നീ ഇന്നെങ്ങനെ കഴിയേണ്ടതാ? അവനുണ്ടാക്കിയ സമ്പാദ്യമൊക്കെ അല്ലേ ഇന്ന് ശ്രീധരനടുത്ത് അനുഭവിക്കുന്നത്. എന്നിട്ടാണോ ചേച്ചിക്ക് സ്വത്തിന് യാതൊരു അവകാശവുമില്ലെന്ന് അച്ഛൻ പറഞ്ഞത്? എന്ത്? ഞാൻ അതൊന്നും പറയണ്ടെന്ന് കരുതിയതാ. ചേച്ചിയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോ അച്ഛൻ കൽപ്പിച്ചിരിക്കുകയാണ്. മേലിൽ ചിലവിനുള്ള നെല്ലും നാളികേരം പോലും ഇങ്ങോട്ട് അയക്കണ്ടെന്ന്. മുത്തശ്ശി, അതുകൊണ്ടാ മോളെ അവനറിയാതെ ഞാനിതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ബംഗ്ലാവിൽ നിന്ന് ഞാൻ തന്നെ ഇവിടെ എത്തിക്കും. അങ്ങനെ എനിക്ക് വേണ്ട. എന്റെ അച്ഛനുണ്ടാക്കിയ സ്വത്തിലെ അനുഭവങ്ങൾ ഞാൻ തന്നെ എടുക്കും. നാളെ പാടം ഞാൻ തന്നെ കൊയ്യിക്കാൻ പോവുകയാണ്. മോളെ അവനോട് വഴക്കിനൊന്നും പോകണ്ട. വഴക്കെങ്കിൽ വഴക്ക് അങ്ങനെ തന്നെ ചെയ്യണം. അതിന് വകുപ്പുണ്ട് എങ്കിലേ മുതലാളി പഠിക്കൂ. നീ എന്താണ് ഇതയ്യപ്പ ഇരുതലക്കിലും തീ കൊളിച്ച് നടുക്ക് നിൽക്കുന്നത്? അയ്യോ, കൊച്ചനെ മുതലാളിയുടെ കയ്യിൽ തോക്കുണ്ട്. അത് ഭയന്നിട്ടാ ഞാൻ ശ്രീധരമുള്ളയുടെ അടുത്ത് പോയി നിൽക്കുന്നത്. പക്ഷേ എന്റെ മനസ്സ് ഇവിടെയാ. നളിനിക്കുഞ്ഞ് എനിക്ക് എന്റെ മകളെ പോലെയാ. അയ്യപ്പൻ ചേട്ടാ, എന്തോ? നാളെ പാടത്ത് കൊയ്യാൻ ആളുകൾ ഏർപ്പാട് ചെയ്യണം. എന്തിന്? ശ്രീധരൻ മുതലാളി പറഞ്ഞു കൊയ്ത്ത് തടയാൻ. എന്റെ അച്ഛന്റെ പാടത്തെ വിളവാണ് ഞാൻ കൊയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞെന്ന് തന്റെ മുതലാളിയോട് പറ. കൊച്ചമ്മ വെറുതെ മാനക്കേടാകാൻ നിൽക്കണ്ട. താൻ എന്ത് ചെയ്യടോ? ഒരു പിടി നെല്ല് കൊച്ചമ്മ ഈ പാടത്ത് നിന്ന് പൂമടത്തിലേക്ക് കൊണ്ടുപോവില്ല. കൊയ്ത നെല്ലെല്ലാം ബംഗ്ലാവിലേക്ക് പോട്ടെ. അരിവാളാണ് കയ്യിൽ, അരിഞ്ഞാണ് എല്ലാത്തിനെയും. വിട്. വിട്. കൈ വിട. മര്യാദയ്ക്ക് വിടാനേ പറഞ്ഞത്. സമ്മതിക്കൂലല്ലേ? ഈ വയലൊക്കെ എന്റെ പാപ്പ തീരെടുത്തിട്ടുണ്ട്. നെല്ല് മുഴുവനും കൊയ്ത് പൂമടത്തിലേക്ക്. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി.